Hello all, welcome to Competitive Cracker. I am Dr. Vidya Vijay. Am I audible to all of you? Please do respond through your chat box. Just say hi or hello. Okay. സോ നമ്മളിവിടെ ഇന്നത്തെ നമ്മുടെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് സെറ്റ് ഇംഗ്ലീഷിനെ പറ്റിയ ഒരു ഇൻട്രോ, അതായത് ഇപ്പം PG എക്സാം കഴിഞ്ഞ് BEdന് ട്രൈ ചെയ്യുന്ന BEd എഴുതിക്കൊണ്ടിരിക്കുന്നവർക്ക്, അതുപോലെ തന്നെ BEd കഴിഞ്ഞവർക്ക്, ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം ഇംഗ്ലീഷ് എക്സാം സെറ്റ് ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഇവർക്കൊക്കെ ഒരു ഓറിയൻറ്റേഷൻ നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നത്തെ വെബിനാറിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം, ഫസ്റ്റ് നമുക്കറിയാം സെറ്റ് എന്ന് പറയുമ്പം സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് അല്ലേ, അതും 2026 ജൂണിലാണ് ഇനി നമ്മുടെ എക്സാം, ജൂൺ ഓർ ജൂലൈയിലേക്കാണ് നമ്മുടെ എക്സാം വരുന്നത് അല്ലേ. അപ്പോൾ അതിലേക്കുള്ള ഒരു പ്രിപ്പറേഷൻ നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? അപ്പോൾ ഒരു കാര്യം പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ സിലബസിനെ പറ്റി നമുക്കൊരു ക്ലിയർ ഐഡിയ ഉണ്ടാവണം അല്ലേ. അപ്പോൾ എല്ലാ സബ്ജക്ട്സിനും നമുക്കറിയാം സെറ്റ് ഇംഗ്ലീഷിന് 2 പേപ്പേഴ്സാണുള്ളത്, ജനറൽ പേപ്പറും പിന്നെ നമ്മുടെ കോർ പേപ്പറും. അപ്പോൾ ജനറൽ പേപ്പർ എന്ന് പറയുമ്പോൾ അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കും, കോർ പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്ട്സ് മാത്രമാണ്. അപ്പോൾ അതിൽ മാർക്സ് ഈസിലി നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. എന്താണ്, നമ്മളൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സെറ്റ്. കാരണം നെറ്റ് പോലെ അത്ര ഒരു ടഫായിട്ടുള്ള എക്സാം അല്ല, കാരണം ഇതിനൊരു പ്രിസ്ക്രൈബ്ഡ് സിലബസ് ഉണ്ട്. ആ സിലബസിലെ ഓതേഴ്സിനെയും വർക്ക്സിനെയും ഒക്കെ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സെറ്റ് ഇംഗ്ലീഷ്. ഇതാണ് ആദ്യത്തെ സ്ലൈഡ് എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങൾക്കുള്ള ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ഒരു പോസിറ്റീവ് നോട്ട്. ഇതാണ് കാരണം നമുക്ക് ഇത്രയധികം റിസൾട്ട്സ് ആണുള്ളത്. സെറ്റ് ജാനുവരി 2026 എല്ലാ സബ്ജക്ട്സിലുമായിട്ട് നമുക്ക് ഇത്രയധികം റിസൾട്ട്സ് ആണുള്ളത്. അതുപോലെ ഇംഗ്ലീഷിനും നല്ല റിസൾട്ട് തന്നെയാണ് നമ്മൾ ഈ വർഷവും നമുക്ക് കിട്ടിയത്. ഇനി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക്, അടുത്ത വർഷം ഇതുപോലെ ഫോട്ടോസ് വരണം എന്ന് ആഗ്രഹമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ പുതിയ ലോങ് ടേം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 9746455514 എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങളോട് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യാനുള്ളത്, നമ്മുടെ ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന CC ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിലൂടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതേപോലെ തന്നെ ഐഫോൺസ് യൂസ് ചെയ്യുന്നവർക്ക് ആപ്പ് സ്റ്റോറിലൂടെയും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് CC ലേണിംഗ് ആപ്പ്. ഓക്കെ, അപ്പം എന്താണ്, എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസും ബേസ്ഡ് ആയിട്ടുള്ള ഡെയിലി മോക്ക് ടെസ്റ്റുകൾ, ഫ്രീ ക്വിസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം നമുക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് CC ലേണിംഗ് ആപ്പ്. എല്ലാ തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിനും, അതായത് PSC, KTET, സെറ്റ്, നെറ്റ്, SSC, RRB, ബാങ്ക്, ട്യൂഷൻ, ലാംഗ്വേജ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സൈബർ സെക്യൂരിറ്റി, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സുകളും നമുക്ക് ഒരു വിരൽ തുമ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫ്രീ. ഓക്കെ, അതും ഒരു പോസിറ്റീവ് ഐഡിയ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് തോട്ടാണ്. സോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ടവർക്ക് അറ്റ് ദ ഏർലിയസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു നമ്മുടെ സെറ്റ് എന്നുള്ള ഒരു പേപ്പർ എടുത്ത് ഒരു ക്വാളിഫയിങ് എക്സാം, അതൊരു ഗേറ്റ് വേ ടു ടീച്ചിങ് കമ്മ്യൂണിറ്റിയാണ് അല്ലേ. നമ്മൾ ഒരു ടീച്ചർ ആകണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ആദ്യം ക്വാളിഫൈ ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം KTET. ആ ലെവൽ കൂടുന്നതനുസരിച്ച് നമുക്കറിയാം സെറ്റ് ക്വാളിഫൈ ചെയ്യണം. അതിനുശേഷം എന്താണ്, നെറ്റിലേക്ക് പോകണം. അപ്പോൾ ഇതൊക്കെ അറിയാം. അപ്പോൾ ആദ്യം സെറ്റ് BEd സ്റ്റുഡൻസിനും അവർക്കും കൂടി ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് സെറ്റ് അല്ലേ, സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്. അപ്പം നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് CC ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ എല്ലാ സബ്ജക്ട്സിനും ഓഫർ ചെയ്യുന്നുണ്ട് കോഴ്സ്. പക്ഷെ നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് സബ്ജക്റ്റിനെ പറ്റിയാണ്. അപ്പം ഇംഗ്ലീഷ് സബ്ജക്റ്റിലേക്ക് വരുമ്പം നമ്മൾ പറയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഐ തിങ്ക് യു ഹാവ് ഗോൺ ത്രൂ ദ സിലബസ് ആൻഡ് യു ഹാവ് ആൻ ഐഡിയ റിഗാർഡിംഗ് ദ സിലബസ്, റൈറ്റ്? There are 6 units for us. 6 units. Okay, let's go through the 6 units here. Here comes the first unit. Unit 1, age of chooser
up to romantic age. Okay, അപ്പോൾ അതാണ് യൂണിറ്റ് 1 ഫോക്കസ് ചെയ്യുന്നത്, ബ്രിട്ടീഷ് ലിറ്ററേച്ചർ. യൂണിറ്റ് 2 ഫ്രം റൊമാൻറ്റിക് ഏജ് ടു വിക്ടോറിയൻ ഏജ്. കമ്പാരിറ്റീവ്ലി ഒരു എന്താണ് ലാർജർ സെക്ഷൻ തന്നെയാണ് അവിടെ. യൂണിറ്റ് 3 20th century and contemporary British literature, modern literature. Then unit 4 other world literatures like American, Indian and new literatures in English. Unit 5 history and structure of English and English language teaching, that is ELT. B.Ed students ന് ഫെമിലിയർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഫോണറ്റിക്സ്, ലിംഗ്വിസ്റ്റിക്സ് ഇതൊക്കെ വരുന്നത് ഈ ഒരു 5-ൽ, യൂണിറ്റ് 5-ലാണ്. Then unit 6 literary theory and criticism. അപ്പം ഇങ്ങനെ ടോട്ടൽ 6 യൂണിറ്റ്സ് ആണ് ഉള്ളത്. യൂഷ്വലി നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഈ ഫസ്റ്റ് 3 എന്ന് പറയുമ്പം നമുക്കതെന്താണ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എന്നുള്ള ഒരു ഇതിലേക്കാണ് പോകുന്നത്. ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഫസ്റ്റ് 3 കാറ്റഗറി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആണ്. ആൻഡ് ദെൻ അതർ വേൾഡ് ലിറ്ററേച്ചേഴ്സ്. പിന്നെ എന്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതും ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ നിന്നും ലിറ്റററി തിയറി ആൻഡ് ക്രിറ്റിസിസം. ഈ 3 യൂണിറ്റ്സ്, അതായത് യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3, യൂണിറ്റ് 6. ഓക്കെ, അപ്പം അതായത് ടോട്ടൽ 4 യൂണിറ്റ്സ്. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ 4ഉം 5ഉം എന്താണ് സംടൈംസ് അത് എന്താണ് ചില കേസസിൽ മാത്രം ഇന്ത്യൻ ലിറ്ററേച്ചറിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എന്നാൽ മറ്റ് ചില കേസസിൽ ടോട്ടൽ മാർക്സ് ഔട്ട് ഓഫ് ഒരു എന്താണ് 10 അല്ലെങ്കിൽ മാക്സിമം ഈ യൂണിറ്റ് 4ഉം യൂണിറ്റ് 5ഉം കൂടി കൂട്ടി നമുക്കൊരു 10 to 15 മാർക്സിനടിയിലാണ്. ബാക്കി മൊത്തം മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് ഫസ്റ്റ് 3 യൂണിറ്റ്സിൽ നിന്നും ലാസ്റ്റ് യൂണിറ്റ് 6 ലിറ്റററി തിയറി ആൻഡ് ക്രിറ്റിസിസത്തിൽ നിന്നുമാണ്. ഓക്കെ, okay, sorry, give me 1 minute, I will be back. Okay, sorry for the inconvenience. Okay, let's continue with our syllabus discussion. So these are the 6 units and I told you, you have to focus. You have to give emphasis to first 3 units and the last unit literary theory and criticism. ഇനി നമുക്ക് എങ്ങനെയാണ് ഓരോ യൂണിറ്റിൽ നിന്നും ഏത് ഓതേഴ്സിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം, അതിനെ പറ്റിയുള്ള ഒരു ഡിസ്കഷനിലേക്കാണ് നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത്. So here comes your first module, the age of Chaucer. We know that the age of Chaucer means the 14th century English literature. So during that period we have to give emphasis to the author Geoffrey Chaucer and his work Canterbury Tales. Definitely majority of the questions are
asking from the Canterbury Tales, the work Canterbury Tales, and definitely there we can expect some questions based on questions can be expected from the contemporaries of 14th century literature, contemporaries of Geoffrey Chaucer. So we have to expect questions from William Langland, John Gower. John Gower's Confessio Amandiso is a short question, അല്ലേ? എന്താണ് അത് അതിൻ്റെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് ലാംഗ്വേജ് അത് ചോദിക്കാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ വില്യം ലാംഗ്ലൻഡിൻ്റെ പിയേഴ്സ് പ്ലോമാൻ, അതൊരു ഇമ്പോർട്ടൻറ്റ് വർക്കാണ്. സോ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. സോ ചോസർ ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഹിസ് വർക്ക് ദ കാൻറ്റർബറി ടേൽസ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ആൻഡ് അറ്റ് ദ സെയിം ടൈം വി ഹാവ് ടു ഫോക്കസ് ഓൺ ഹിസ് കണ്ടംപററീസ് വില്യം ലാംഗ്ലൻഡ് ആൻഡ് ജോൺ ഗോവർ. ക്ലിയർ? ഓക്കെ, ഇനി മൊഡ്യൂൾ 2 എന്ന് പറയുമ്പോഴത്തേക്കും ഏർലി റിനസൻസ് ഇൻ ഇംഗ്ലണ്ട്. റിനസൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, റിവൈവൽ, റീബർത്ത് ഓഫ് ക്ലാസിക്കൽ ലേണിംഗ് ആണ്, അല്ലേ? അപ്പം ഏർലി റിനസൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പം നമുക്ക് വില്യം കാക്സ്റ്റൺ ഹു ഇൻട്രൊഡ്യൂസ് പ്രിന്റിംഗ് പ്രസ്, ഇറ്റ് വാസ് ഇൻ ദ ഇയർ 1476, അതും ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. Then Thomas Mallory, who is famous for the work Motte di Arda, and songs and ballads, we can skip that topic. Then we have to expect questions from Thomas More's Utopia, which was published in the year 1516. നമുക്ക് ഇയർ ഓഫ് പബ്ലിക്കേഷൻ മാത്രമല്ല ഇമ്പോർട്ടൻ്റ്, ഞാൻ പറയുന്നത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട വർക്ക് ചിലപ്പോൾ അതിൻ്റെ നരേറ്റീവ് സ്റ്റൈൽ ആകാം, ചിലപ്പോൾ അതിലെ ക്യാരക്ടേഴ്സ് ആവാം, നറേറ്റർ ആവാം, പ്രൊറ്റഗനിസ്റ്റ് ആവാം, അതുപോലെ തന്നെ തോമസ് മോറിൻ്റെ മറ്റ് വർക്ക്സുകളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആവാം. അപ്പം ഇവിടെ ഈ ഫസ്റ്റ് യൂണിറ്റിൽ ഇവരെല്ലാം ഞാനിപ്പം മെൻഷൻ ചെയ്യുന്ന റൈറ്റേഴ്സിനെ ഫോക്കസ് ചെയ്യുകയും അവരുടെ വർക്ക്സുകൾ ഫോക്കസ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ലൈവും നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത്, അല്ലേ? നമ്മൾ ഒരു വീക്കിൽ സെറ്റ് ചെയ്യുന്ന ലൈവ് എന്ന് പറയുമ്പം ആ ലൈവ് നമ്മൾ ഈ യൂണിറ്റ് വൈസ് ഡിസ്കഷനാണ്. അപ്പം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ള ഒരു ഡീപ്പ് ഐഡിയ കിട്ടാനായിട്ട് ആ ലൈവ് ക്ലാസ്സുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാരണം മാക്സിമം നമുക്കറിയാം, ടു ക്രാക്ക് ദ സെറ്റ് എക്സാം വി ഹാവ് ടു പ്രാക്ടീസ് PYQ, അല്ലേ? മാക്സിമം PYQ, മോക്ക് ടെസ്റ്റ്, ഇതിലൂടെ മാത്രം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സെറ്റ് എക്സാം. അതുകൊണ്ട് തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ലൈവ് സെഷൻസിലൂടെയും മോക്ക് ടെസ്റ്റിലൂടെയും അതുപോലെ തന്നെ ഓരോ വീക്ക്ലി എക്സാംസിലൂടെയും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇനി മൊഡ്യൂൾ 3യിലേക്ക് വരുമ്പം ലേറ്റ് റിനസൻസ് ഇൻ ഇംഗ്ലണ്ട് വ്യാറ്റൻസറെ, so who introduced sonnets form, അല്ലേ? And then Spenser, Edmund Spenser, who is known as poet's poet, and his works Epithalamion, Prothalamion, and his sonnet sequence Amorety, and ഇതുപോലുള്ള വർക്ക്സുകൾ ഉറപ്പായിട്ടും ഒരു വർക്കാണ് മെൻഷൻ ചെയ്തേക്കുന്നത്, ബട്ട് ഡെഫിനറ്റ്ലി വി ക്യാൻ എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് ഫ്രം അതർ വർക്ക്സ് ഓഫ് എഡ്മണ്ട് സ്പെൻസർ. Okay, Spenserian sonnet, that is also very important. Chaucerian stanza, that is a 7-line stanza, and then we have Spenserian stanza, that is 9-line stanza, and 9th line is called Alexandrine. ഇതൊക്കെ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്സുകളാണ്. പക്ഷെ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആസ് എ ബിഗിനർ എന്നുള്ള രീതിയിൽ ഇഫ് യു ആർ സ്റ്റക്ക് അറ്റ് ദ സിലബസ്, നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾക്ക് ആ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി മൊഡ്യൂൾ 4ലേക്ക് വരുമ്പോൾ വി ഹാവ് ഫിലിപ്പ് സിഡ്നി. ആക്ച്വലി ഹി ഈസ് ഫേമസ് ഫോർ എപ്പോളജി ഫോർ പോയട്രി ഈസ് ദയർ, ആൻഡ് ഹിസ് അതർ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഇൻക്ലൂഡ് അർക്കേഡിയ ആൻഡ് സ്ട്രോഫൽ ആൻഡ് സ്റ്റെല്ല. ഓൾ ദീസ് വർക്ക്സ് ആർ ഇമ്പോർട്ടൻറ്റ്, ബട്ട് anyway, apology for poetry is too much important because it is prescribed, clearly prescribed in our syllabus, and definitely we have to study. Apology for poetry is a rejoinder, or it's a reply to whom? Reply to Stephen Gossen's school of abuse, who criticized poets and poetry. Okay, then we have Bacon, of course, Francis Bacon, who is famous for essays of studies of truth of marriage and single life. So definitely we have to give importance to Bacon. Then we have Thomas Hobbes and his Leviathan. Thomas Browne അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും we have to find out the works of Thomas Browne.
Then we have another important topic, that is university wits. We know that there are 7 university figures who got education from the famous universities like Oxford and Cambridge, and definitely we have to go through the works of famous university wits like Christopher Marlowe, John Lilly, and there are we have Thomas Lodge, Thomas Nash, Thomas Kidd. So എല്ലാവരുടെയും വർക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതൊരു again from university wits we can expect a question. ഓക്കെ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇഫ് യു ഗോ ത്രൂ ദ ലാസ്റ്റ് ഇയർ എക്സാംസ് ഓർ ദ ക്വസ്റ്റ്യൻ പേപ്പർ ഓഫ് ലാസ്റ്റ് ഇയർ എക്സാം, ഡെഫിനറ്റ്ലി യു ക്യാൻ ഫൈൻഡ് ഔട്ട് ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ദാറ്റ് വി ഡിസ്കസ് സോ ഫാർ. Okay, then module 5, rise of English drama. Exactly. If we trace out the evolution of drama, we can find that there are 3 types of drama: mystery, miracle, and morality plays. Miracle plays are the plays or deals with the stories performed by it is based on the miracles performed by saints. Okay, and then we have mystery. What is morality? Idella nammal detailed ആയിട്ട് biblical stories are mystery plays are based on biblical stories, and miracle plays are based on the stories of saints. അങ്ങനെ അതിനെ ക്ലാസിഫൈ ചെയ്യണം. Then we have interludes, and then we have Gorboduc and Ralph Roister Doister. Gorboduc is the first tragedy which is also known under the title Ferex and Porrex, and then we have Ralph Roister Doister, that is the first comedy written by Nicholas Udall, and it is written, Gorboduc is written by തോമസ് ആക്വിലെ ആൻഡ് തോമസ് നോർട്ടൺ. കാരണം ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പറയുന്നത്, ബിക്കോസ് വി ഹാവ് ടു ഗോ ത്രൂ ദ എൻറ്റയർ സിലബസ്. ഓക്കെ, ദാറ്റ്സ് വൈ. Then definitely module 6, revenge tragedy. One of the most famous revenge tragedies in English literature is Thomas Kidd's The Spanish Tragedy, and it has also been a source of inspiration to Shakespeare for writing the work Hamlet, which is also treated as the revenge tragedy. Okay, then Thomas Kidd, Christopher Marlowe and his work Dr. Faustus. We know that Christopher Marlowe is famous for the works Tamburlaine the Great, Jew of Malta, Dr. Faustus, and definitely we have to arrange all these works in chronological order. Adum oru short question aanu. Then we have the concept called blank verse. ജോൺ വെബ്സ്റ്റർ, റെസ്റ്റോറേഷൻ പീരീഡിലെ ഒരു റിവെഞ്ച് ഡ്രാമറ്റിസ്റ്റ് ആണ് ജോൺ വെബ്സ്റ്റർ, ഹു ഈസ് ഫേമസ് ഫോർ ദ വർക്ക്സ് ഡച്ചസ് ഓഫ് മാൽഫി, അതും റിവെഞ്ച് ട്രാജഡി ആണ്. ദെൻ ബെൻ ജോൺസൺ എന്ന ഫിഗറിലേക്ക് വരുമ്പം ഹി ഈസ് ആക്ച്വലി ഫേമസ് ഫോർ ഹിസ് കോമഡി ഓഫ് ഹ്യൂമേഴ്സ്, എവറി മാൻ ഇൻ ഹിസ് ഹ്യൂമർ, എവറി മാൻ ഔട്ട് ഓഫ് ഹിസ് ഹ്യൂമർ. ഇതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട വർക്കുകളാണ്. ഓക്കെ, എവറി മാൻ ഇൻ ഹിസ് ഹ്യൂമർ ഒക്കെ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സറ്റിൽ ക്യാരക്ടറായിട്ട് വരുന്ന ദി ആൽക്കമിസ്റ്റ്, അതുപോലെ തന്നെ വോൾപോണി, ദ ഫോക്സ്, അതുപോലെ ഈ വർക്കുകൾക്കൊക്കെ എപ്പിക്യൂയിൻ, ദ സൈലന്റ് വുമൺ, ഈ വർക്കുകളൊക്കെ ഞാൻ മെൻഷൻ ചെയ്തത് വിത്ത് ദ സബ് ടൈറ്റിലാണ്. സോ സബ് ടൈറ്റിൽസ് ചോദിക്കാം. അപ്പം അങ്ങനെ കോമഡി ഓഫ് ഹ്യൂമേഴ്സ്, ഫോർ ഹ്യൂമേഴ്സ് ആർ ദയർ, ബ്ലഡ്, ഫ്ലമ്മി, യെല്ലോ ബൈൽ, ബ്ലാക്ക് ബൈൽ, അല്ലേ? അപ്പം അതൊക്കെ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഏത് മൂഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? ബ്ലാക്ക് ബൈൽ മീൻസ് മെലൻകലിക്, സാഡ്നെസ്. അപ്പം ആ രീതിയിൽ നമുക്ക് ആ വർക്കിനെ ഫോക്കസ് ചെയ്യണം. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ഓരോ യൂണിറ്റിനെയും ബേസ് ചെയ്ത് ഓരോ മൊഡ്യൂൾസിനെയും ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ദെൻ സ്ലൈഡ് മൂവ് ചെയ്യുന്നു. Give me one moment, please. Okay, let's continue. Here comes module 7, Elizabethan theatre.
എലിസബത്തൻ സ്റ്റേജ് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട, കാരണം അങ്ങനെ വലിയ ക്വസ്റ്റ്യൻസ് ആ ഒരു പാർട്ടിൽ നിന്നില്ല. ബട്ട് വി ഹാവ് ടു എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് ഫ്രം soliloquy, aside and mask. What are the differences, or how can we differentiate these three topics, soliloquy, aside and mask? And at the same time we have to focus on Shakespeare, his comedies, tragedies, histories, problem plays, and the sources of all these works. Okay, so while you go through all these works, you have to find out this question: how many soliloquies are there in Hamlet? How many soliloquies are there in Macbeth? Okay, in Macbeth and Hamlet, in both of these works, there are total 7 soliloquies. Okay, and in Macbeth, 5 are delivered by Macbeth himself, and the rest of the 2 are delivered by Lady Macbeth. So definitely we can expect questions like that also. Then module 9 ലേക്ക് വരുമ്പോൾ ഷേക്സ്പീരിയൻ ഫോളിയോസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇൻ അവർ ആപ്പ് ദർ ഈസ് എ ക്ലിയർ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഓൾ ദീസ് ടോപ്പിക്സ്, സോ യു ഹാവ് ടു ഗോ ത്രൂ ദ ടോപ്പിക്സ്. ദെൻ ഷേക്സ്പീരിയൻ സോണറ്റ്സ്, ഹൗ മെനി സോണറ്റ്സ് ആർ ദെയർ in his collection, and the sonnets were published in the year 1609. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും ആ സോണറ്റ്സിൻ്റെയൊക്കെ മേജർ സോണറ്റ് 121, സോണറ്റ് 18, അതുപോലുള്ള ചില ഇമ്പോർട്ടൻറ്റ് സോണറ്റ്സുകൾ നമ്മൾ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, മൊഡ്യൂൾ 10ലേക്ക് വരുമ്പം മെറ്റഫിസിക്കൽ പോയട്രി. അഗെയിൻ മെറ്റഫിസിക്കൽ റൈറ്റേഴ്സ് ആർ ആക്ച്വലി ഫേമസ് ഫോർ ദെയർ കോൺസെപ്റ്റ് കോൾഡ് മെറ്റഫിസിക്കൽ കൺസീറ്റ്, അല്ലേ? ദ ഫാർ ഫെച്ച്ഡ് ഇമേജറീസ് ഓർ ദി എക്സ്റ്റെൻഡഡ് മെറ്റഫേഴ്സ്. സോ among the metaphysical writers, we have to focus on Donne, his work Canonization and Valediction Forbidding Mourning. Then we have to focus on Andrew Marvell and his work To His Coy Mistress. Then we have to focus other metaphysical writers like Herbert, Henry Vaughan. So ഇവരുടെയൊക്കെ വർക്ക്സുകൾ നമുക്ക് നമ്മുടെ ഒരു എന്താണ് ഫോർ ദ സെറ്റ് സ്റ്റുഡൻസ് അവരുടെ ഒരു ലക്കെന്ന് വേണമെങ്കിൽ പറയാം. കാരണം സെറ്റ് പോലെയല്ല, ഇവിടെ ക്ലിയർ ആയിട്ട് ഇന്ന ഓതറിനെ ഫോക്കസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, വി ആർ സപ്പോസ് ടു ലേൺ എവറിത്തിങ്, അല്ലേ? ഓക്കെ, ദെൻ മൊഡ്യൂൾ 11ലേക്ക് വരുമ്പം വി ഹാവ് പ്യൂരിറ്റൻ ഇംഗ്ലണ്ട്, റിഫർമേഷൻ, ഒലിവർ ക്രോംവെൽ, കോമൺവെൽത്ത്, ജോൺ ബെനിയൻ. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റർ എന്ന് പറയുന്നത് ജോൺ ബെനിയൻ, ഓഫ് കോഴ്സ്, ആൻഡ് ഹിസ് വർക്ക് പിൽഗ്രിംസ് പ്രോഗ്രസ്, ദ സ്പിരിച്വൽ അലിഗറി, ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട് എ സബ് ടൈറ്റിൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഹു ഈസ് ദ ഹീറോ ഓഫ് പിൽഗ്രിംസ് പ്രോഗ്രസ്? ക്രിസ്ത്യൻ. ആൻഡ് ദിസ് പെർട്ടിക്കുലർ വർക്ക് ആക്ച്വലി ഡിസ്ക്രൈബ്സ് ദ ജേർണി ഓഫ് ക്രിസ്ത്യൻ ഫ്രം ദ സിറ്റി ഓഫ് ഡിസ്ട്രക്ഷൻ ടു ദ celestial city, that means to attain salvation. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പിൽഗ്രിംസ് പ്രോഗ്രസ്സിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ മിൽട്ടൺ, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്യൂരിറ്റൻ റൈറ്റേഴ്സ്, അല്ലേ? മിൽട്ടൺ, ഹി ഈസ് ഫേമസ് ഫോർ ദ വർക്ക്സ് Paradise Lost, Paradise Regained, Commerce, and his Lycidas. And Lycidas എന്നൊക്കെ നമുക്ക് എന്താണേലും ക്വസ്റ്റ്യൻ, പാരഡൈസ് ലോസ്റ്റ് നിന്നും ലിസിഡസിൽ നിന്നും ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. സോ ഹിയർ വി ഹാവ് ടു ഗീവ് സം എംഫസിസ്. ഓക്കെ, ഈ ഒരു ഓതറും മിൽട്ടണും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഹിസ് സോണറ്റ് ആൻഡ് അറ്റ് വാട്ട് ഏജ് ഹി ബിക്കെയിം ബ്ലൈൻഡ്, ഇതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസും ടോപ്പിക്സുകളുമാണ്. എല്ലാത്തിൻ്റെയും ആൻസേഴ്സും ഡിസ്കഷനും നമുക്കിവിടെ തരാൻ പറ്റില്ല, കാരണം ഇറ്റ്സ് എ 1 hour ലൈവ് സെഷൻ, അല്ലേ? ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു 1 hour കൊണ്ട് എനിക്ക് നിങ്ങൾക്കൊരു ഐഡിയ മാത്രമേ തരാൻ പറ്റുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസിനെ അറിയണമെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ജോയിൻ വിത്ത് അസ്. അങ്ങനെ ജോയിൻ ചെയ്യാൻ, കാരണം ലോങ് ടേം ബാച്ച് നമ്മൾ പറയും, ഓ സമയമുണ്ടല്ലോ ഇപ്പോഴേ എന്തിനാ ജോയിൻ ചെയ്യുന്നത്? അങ്ങനെയല്ല. നമുക്ക് ഈ 6 യൂണിറ്റ്സിനെ ഈക്വലി നമുക്കൊരു മാനേജബിൾ യൂണിറ്റ്സ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു മാനേജബിൾ ഡിവിഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ദിവസവും ഇത്ര പോർഷൻസ് എന്നുള്ള രീതിയിൽ പഠിച്ചു തുടങ്ങിയെങ്കിൽ മാത്രമേ അറ്റ് ദ എൻഡ് ഓഫ് 6 months അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് 180 days നമുക്ക് ആ എക്സാം അല്ലെങ്കിൽ നമ്മൾ ആ ടോപ്പിക്സുകൾ കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ കവർ ചെയ്യണമെങ്കിൽ ലോങ് ടേം ബാച്ചിൽ തന്നെ നമ്മൾ ജോയിൻ ചെയ്യണം. അങ്ങനെ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് 9746455514 എന്നുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അല്ലാതെ തന്നെ
നമ്മളിവിടെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിലൂടെയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ലോങ് ടേം ബാച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളെ അത് ഒരുപാട് തരത്തിൽ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഈവൻ സെറ്റ് കഴിഞ്ഞ് നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പോലും ഒരു എന്താണ്, യു വിൽ ഗെറ്റ് ആൻ ഐഡിയ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, പ്ലീസ് ജോയിൻ വിത്ത് us. Okay. Let's move on to module 30, drama, comedy of manners. Comedy of manners or restoration comedy means നമുക്കറിയാം അല്ലേ, വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ആണ് അവിടെ. വില്യം കോൺഗ്രേവ്, വൈറ്റ് കേർലി. വില്യം കോൺഗ്രേവ് ഈസ് ഫേമസ് ഫോർ ദ വർക്ക് ദ വേ ഓഫ് ദ വേൾഡ്. അതുപോലെ തന്നെ മൊഡ്യൂൾ 14 വരുമ്പം നിയോ ക്ലാസിക്കൽ ഏജ് ആൻഡ് സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്. അതുപോലെ ആൻറ്റി സെൻറ്റിമെൻ്റൽ കോമഡി, ഷെറിഡൻ ഹു ഈസ് ഫേമസ് ഫോർ ദ വർക്ക്സ് ദ റൈവൽ. അതുപോലെ തന്നെ ഏതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള വർക്ക്, സ്കൂൾ ഫോർ സ്കാൻഡൽ. ആൻഡ് വി ഹാവ് ദ റൈറ്റർ ഗോൾഡ് സ്മിത്ത് who is famous for the works The Vicar of Wakefield, She Stoops to Conquer. ഇതൊക്കെ എന്താണ്, ഓഥറിനെ മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ, ബട്ട് ഡെഫിനറ്റ്ലി വി ഹാവ് ടു ഫോക്കസ് ഓൺ ദീസ് വർക്ക്സ്. ദെൻ പ്രോസ് റൈറ്റിംഗിലേക്ക് വരുമ്പം സാമുവൽ പെപ്പീസ് ഡയറി, അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അഡീസൺ സ്റ്റീല്, ഇവരുടെയൊക്കെ സ്പെക്ടേറ്റ്, അവരുടെ ജേർണൽസ്, അവരുടെ ക്ലബ്ബുകളെ പറ്റി വർക്ക്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ നോട്ട് ചെയ്യണം. അതിനൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വേണ്ട, കാരണം നമുക്കറിയാം ഇന്ന ക്വസ്റ്റ്യനെ ചോദിക്കുകയുള്ളൂ, കാരണം നമുക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ആ എക്സ്പീരിയൻസിലൂടെ ഏത് ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് ഞങ്ങൾക്കറിയാം, അത് ഞങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ കോഫി ഹൗസസ്, ക്ലബ്സ് ഒക്കെ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. ഇനി അനദർ ഇമ്പോർട്ടൻറ്റ് റൈറ്റർ ഡ്രൈഡൻ, ആൻഡ് ഹു ഈസ് ഫേമസ് ഫോർ ദ വർക്ക് മക്ഫ്ലെക്നോ. ആൻഡ് ദെൻ വി ഹാവ് ദ റൈറ്റർ പോപ്പ് അല്ലേ, അദ്ദേഹത്തിൻ്റെ ഡൻസിയാർഡ്. ഇതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്സേ ഓൺ ക്രിറ്റിസിസം, എസ്സേ ഓൺ മാൻ. അതുപോലെ ഇതിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഡോക്ടർ ജോൺസൺ, നിയോ ക്ലാസിക്കൽ ഏജിലെ ഫസ്റ്റ് ലെക്സിക്കോഗ്രാഫർ ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യും. ദെൻ വി ഹാവ് സ്വിഫ്റ്റ്, ബർക്ക്, ജോൺ ലോക്ക്. സ്വിഫ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ ഓഫ് ദ ബുക്സ്, ടെയിൽ ഓഫ് ടബ്, ഇതിൽ നിന്നൊക്കെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. എഡ്മണ്ട് ബർക്ക്, ജോൺ ലോക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഹി ഈസ് ഫേമസ് ഫോർ ദ എസ്സേ ഓഫ് കൺസേണിങ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ഓഥറിനെയും നമുക്ക് ഫോക്കസ് ചെയ്യണം. ഇനി മൊഡ്യൂൾ 19 റൈസ് ഓഫ് ദ നോവലിലേക്ക് വരുമ്പം നമുക്കറിയാം 4 pillars are there. സാമുവൽ റിച്ചാർഡ്സൺ, ഹെൻറി ഫീൽഡിംഗ്, ടോബിയ സ്മോളറ്റ് ആൻഡ് ലോറൻസ് സ്റ്റേൺ. ആൻഡ് അവരുടെ എല്ലാം വർക്ക്സുകൾ, ഫസ്റ്റ് എപ്പിസ്റ്റോളറി നോവല്, അതുപോലെ തന്നെ ഡാനിയൽ ഡീഫോ, റോബിൻസൺ ക്രൂസോ, ആ വർക്ക്സുകളും നമ്മൾ ഫോക്കസ് ചെയ്യണം. പിന്നെ നമ്മൾ ഇതിലേക്ക് വരുമ്പം വി ഹാവ് ഗ്രേ, തോമസ് ഗ്രേ അല്ലേ, ഹു ഈസ് ഫേമസ് ഫോർ ദി elegy written in a country churchyard and it is dedicated to whom? അത് നമ്മൾ നോക്കണം. അതിലേപോലെ ലൈൻസ്, പാത്ത് ഓഫ് ഗ്ലോറി, ലീഡ് ബട്ട് ടു ദ ഗ്രേവ് അല്ലേ, അതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യണം. പിന്നെ കോളിൻസ്, കൗപ്പർ, ബേൺസ്, ബ്ലേക്ക് ഇതിൽ ഫോക്കസ് ചെയ്യേണ്ട. കോളിൻസ്, കൗപ്പർ, ബേൺസ് ഇവരെയൊക്കെ ബേസ് ചെയ്ത് ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ഒക്കെ ഇതുവരെ വന്നിട്ടുള്ളൂ. എന്നാൽ ബ്ലേക്കിനെ ഫോക്കസ് ചെയ്ത് നമുക്കറിയാം സോങ് ഓഫ് ഇന്നസെൻസ്, സോങ് ഓഫ് എക്സ്പീരിയൻസ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്കുകളാണ്. അപ്പം അതിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ യൂണിറ്റ് 2, ഇപ്പം നമ്മൾ യൂണിറ്റ് 1 20 മൊഡ്യൂൾസ് കഴിഞ്ഞു. യൂണിറ്റ് 2 വരുമ്പം റൊമാൻറ്റിസിസം ആണ്. ഓഫ് കോഴ്സ് അവിടെ നമുക്ക് തോമസ് പേഴ്സീസ് റെലിക്സ് ഫോക്കസ് ചെയ്യണം. അതുപോലെ തന്നെ ലിറിക്കൽ ബാലഡ്സ്, വേർഡ്സ്വർത്ത്, കോളറിഡ്ജ്, ബൈറൺ, ഷെല്ലി, കീറ്റ്സ്, Mary Shelley, Horace Walpole, they were famous for their Gothic novel, Frankenstein and the Castle of Otranto. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസുമാണ്. ഇനി മൊഡ്യൂൾ 6 എന്ന് പറയുമ്പോഴത്തേക്കും ഹിസ്റ്റോറിക്കൽ നോവൽ, ഫാദർ ഓഫ് ഹിസ്റ്റോറിക്കൽ നോവൽ വാൾട്ടർ സ്കോട്ട്. അഗെയിൻ ജെയിൻ ഓസ്റ്റൻ, ക്രൊണോളജിക്കൽ ഓർഡർ ഫോക്കസ് ചെയ്യണം. സെൻസ് ആൻഡ് സെൻസിബിലിറ്റി, മാൻസ്ഫീൽഡ് പാർക്ക്, എമ്മ, ഇതുപോലുള്ള വർക്ക്സുകൾ. പ്രോസിലേക്ക് വരുമ്പം ചാൾസ് ലാംബ്, എസ്സേസ് ഓഫ് ഫെയിലിയ, വില്യം ഹാസ്ലേറ്റ്, ലേഹൺ, തോമസ് ഡി ക്വൻസി, കൺഫെഷൻസ് ഓഫ് ആൻ ഒപ്പിയമീറ്റ. അപ്പം ഈ ഓതേഴ്സും ഈ പറഞ്ഞ വർക്കുകളുമാണ് ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഫെമിനിസ്റ്റ് റൈറ്റിംഗിലേക്ക് വരുമ്പം ജോൺ സ്റ്റുവർട്ട് മില്ലിൻ്റെ സബ്ജുഗേഷൻ ഓഫ് വിമൻ,
മേരി വോൾസ്റ്റോൺക്രാഫ്റ്റിൻ്റെ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ. ഈ വർക്കുകളും നമുക്കറിയാം ഫസ്റ്റ് ഫെമിനിസ്റ്റ് വർക്കാണ്, അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ മൊഡ്യൂൾ 9 വരുമ്പം socio-political background of Victorian age and who introduced the term Victorian compromise, and then the Victorian writers Tennyson, Browning, Elizabeth Barrett Browning is there, Thomas Browning is there, and who is famous for dramatic monologue, and what are the names of the famous dramatic monologues. And then we have to focus on Matthew Arnold, the very famous critic who introduced, and he is also a poet, right, scholar, gypsy, Thyrsis, Davao Beach. And then we have the critical term touchstone method. ഇതുമൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യണം. 11 വരുമ്പോൾ പ്രീ റാഫ്ലെറ്റ് മൂവ്മെന്റ് ആൻഡ് ദ റൈറ്റേഴ്സ് D.G. Rossetti, Christina Rossetti, A.Z. Swinburne, William Morris. And then മൊഡ്യൂൾ 12 വരുമ്പം Aestheticism, Walter Peter, Art for Art's Sake movement. Then Thomas Carlyle, Cardinal Newman, Oxford writers, Oxford movement, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ വിക്ടോറിയൻ ബയോഗ്രഫി, ജോൺ റസ്കിൻ, ലിറ്റൻ സ്ട്രാച്ചി, ലെസ്ലി സ്റ്റീഫൻ. അതുപോലെ തന്നെ നോവൽസ് ഓഫ് ചാൾസ് ഡിക്കൻസ്, ടെയിൽ ഓഫ് ടു സിറ്റീസ് very important. Then we have numerous works are there. Hard Times, that is also very important. So Charles Dickens ന്റെ മിക്ക വർക്കുകളും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതാണ്. ഒലിവർ ട്വിസ്റ്റ്, അതുപോലെ ഹാർഡി, വിക്ടോറിയനിലെ വളരെ ഫേമസ് റൈറ്റർ ആണ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ വെസെക്സ് നോവൽസ്, ടെസ്, മേയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജ്, ഈ വർക്കുകൾ, ഇയർ ഓഫ് പബ്ലിക്കേഷൻ, ക്യാരക്ടേഴ്സ്, ഹെസ്റ്റർ പ്രൈം, ടെസ്, ഇവരെയൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യണം. പിന്നെന്താണ് ബ്രോൺ സിസ്റ്റേഴ്സ്, ഷാർലറ്റ് ബ്രോണ്ട്, എമിലി ബ്രോണ്ട്, ആൻഡ് their respective works, year of publication, their journal, and why do they select some male pseudonyms, and what are the male pseudonyms they are adopted, അല്ലെ, അതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുക. Then George Eliot, Mary Ann Evans, that is the real name. Then we have William Makepeace Thackeray, George Meredith, and R.L. Stevenson. 18 വരുമ്പോൾ again Oscar Wilde, who is famous for the comedy of manners play, that is importance of being honest. Then definitely Bernard Shaw and Dixon, they were famous for realistic plays, അല്ലേ, അവരെ ഫോക്കസ് ചെയ്യണം. പിന്നെ ട്രാൻസിഷൻ എന്നുള്ള ടൈറ്റിൽ കൊടുത്തിരിക്കുന്നു ഹോപ്കിൻസ്, ജെറാൽഡ് മാൻലി ഹോപ്കിൻസ്, അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ്സ് ഇൻസ്കേപ്പ്, ഇൻസ്ട്രസ്, സ്പ്രംഗ് ആൻഡ് ദ പോയം വിൻഡോവർ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മെക്കോളയുടെ മിനിറ്റ്സ് ഏതൊറക്കത്തിൽ ചോദിച്ചാലും നമ്മൾ പറയും 1835, അല്ലേ. അതുപോലെ കൾച്ചർ ആൻഡ് അനാർക്കി, റൂദിയാർഡ് കിപ്ലിംഗ്, ഹു ഈസ് ഫേമസ് ഫോർ ദ വർക്ക്സ് ഇഫ് ആൻഡ് ജംഗിൾ ബുക്ക്, അതൊക്കെ നമ്മൾ നോക്കണം. ഇനി യൂണിറ്റ് 3 വരുമ്പം നമ്മൾ എന്താണ് കുറച്ചും കൂടി മോഡേണിസ്റ്റ് സെഞ്ചുറിയിലേക്കാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കൂടുതലും എഡ്വേർഡിയൻ റൈറ്റേഴ്സ് ഉണ്ട്, വാർ പോയറ്റ്സ് ഉണ്ട്, റൂപ്പർട്ട് ബ്രൂക്ക്, വിൽഫ്രഡ് ഓവൻസ്, സസൂൺ. ദെൻ പിങ്ക് പോയറ്റ്സ് ഓർ 1930s പോയറ്റ്സ്, W.H. Auden, സെസിൽ ഡേ, ലൂയിസ്, സ്റ്റീഫൻ സ്പെൻഡർ, ലൂയിസ് മാക്നീസ്, ഇവരെയൊക്കെ വിദ്യാമിസിൻ്റെ ഓക്കെ. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് മൊഡ്യൂൾ 4 avant-garde writing, symbolist movement, W.B. Yeats, surrealism, Dylan Thomas. മൊഡ്യൂൾ 5 വരുമ്പം we have Ezra Pound and T.S. Eliot and his Wasteland, അല്ലേ, അതാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഓഫ് മോഡേണിസം. അപ്പോൾ അത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട വർക്ക് തന്നെയാണ്. ഇപ്പോൾ W.B. Yeats എന്ന് പറയുമ്പം ഓഫ് കോഴ്സ് നമുക്ക് W.B. Yeatsൻ്റെ വർക്ക്സുകൾ ഈസ്റ്റർ 1916 is there, and then we have W.H. Auden, who wrote an elegy based on W.B. Yeats, in memory of W.B. Yeats. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ റൈറ്റേഴ്സ് ഐറിഷ് റൈറ്റർ ആണ്, ആൻഡ് ഹി വൺ നൊബേൽ പ്രൈസ്, ആൻഡ് ഇറ്റ് വാസ് ഇൻ ദ ഇയർ, അതൊക്കെ നമ്മൾ പഠിക്കണം, അല്ലേ. അപ്പോൾ അതെല്ലാം നോക്കുക. അതുപോലെ ഓരോ ഇയറിലെയും നൊബേൽ പ്രൈസ് വിന്നേഴ്സിനെ നമ്മൾ ഫോക്കസ് ചെയ്യണം. അതിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെന്താണ് മൊഡ്യൂൾ 6 വരുമ്പോൾ മൊഡ്യൂൾ 7 ഇതൊക്കെ മൂവ്മെൻറ്റ് പോയട്രി,
That is also very important. Philip Larkin, Tom Gunn, and Ted Hughes, Seamus Heaney, Andrew Motion, ഇവരൊക്കെ അതായത് മൂവ്മെന്റ് പോയിട്രി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെയർ കളക്ഷൻ ഈസ് കോൾഡ് ഓർ നോൺ ആസ് ഡാഷ്. ഓക്കെ, ന്യൂ ലൈൻസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും നമ്മൾ ഫോക്കസ് ചെയ്യണം. ഇനി പ്രോസിലേക്ക് വരുമ്പം ജി കെ ചെസ്റ്റർട്ടൺ. ദെൻ definitely we have the 20th century writer Virginia Woolf, who said a woman must have room and money of her own. കൂടുതലും സെറ്റ് ഇംഗ്ലീഷിൻ്റെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് സ്ത്രീകളാണ്. നമുക്ക് എപ്പോഴും പറയാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ, എവറി വുമൺ മസ്റ്റ് ഹാവ് എ റൂം ആൻഡ് മണി ഓഫ് ഹെർ ഓൺ അല്ലേ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് മോഡേൺ ഫിക്ഷനിലാണ് റൂം ഓഫ് വൺസ് ഓൺ എന്നുള്ളൊരു എസ്സേ വരുന്നത്. അപ്പോൾ അത് ഫോക്കസ് ചെയ്യുക. Then we have the writer Joseph Conrad, and his work Heart of Darkness is also very important. Then early modernism, D.H. Lawrence, who is famous for the psychological novels, and one of the important works is I think Sons and Lovers, and the hero of that particular work അതൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്യണം. Then the technique, stream of consciousness technique, Virginia and definitely there is a chance for asking questions based on stream of consciousness. Who introduced stream of consciousness? Most probably you have a tendency to write this particular one as the answer to that question, Virginia Woolf, but that is not the right answer. Stream of consciousness was introduced by William James in his work The Principles of Psychology. അപ്പോൾ അതും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Then we have dystopian literature, Aldous Huxley, who is famous for the work Brave New World. And actually Brave New World is a quote from Shakespeare's, I think it is from The Tempest. Okay, then we have George Orwell. Okay, അപ്പോൾ അതുപോലുള്ള അതായത് വർക്കുകൾ ചിലപ്പം ഓരോ വർക്കിൽ നിന്ന് എടുത്ത ടൈറ്റിൽസ് ആവാം, ആ ടൈറ്റിൽ ഏത് വർക്കിൽ നിന്ന് എടുത്തതാവാം, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. Then we have post-war fiction, William Golding, then Kingsley Amis, all these writers, I think Kingsley Amis, Alan Sillitoe, they were come under the title Angry Young Men, okay, who were a group of young angry men who raised their anger against the traditional system and the racial prejudices and the class divisions, etc. Okay, then we have Ibsen and Bernard Shaw. Bernard Shaw won Nobel Prize in the year 1925, and he also won Oscar Award for his work Pygmalion അല്ലേ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതും ഫോക്കസ് ചെയ്യണം, ബെർണാഡ് ഷോ. പിന്നെ നമ്മൾ എന്താണ് ഐറിഷ് ഡ്രമാറ്റിക് മൂവ്മെന്റിലേക്ക് വരുമ്പോൾ വി ഹാവ് ആബേ തിയേറ്റർ, കെൽറ്റിക് റിവൈവൽ, ഈറ്റ്സ്, W.B. Yeats. Again, when I mentioned the writer W.B. Yeats, I also told you the origin of his, the nationality of W.B. Yeats. He is Irish nationality. Then we have Synge, J.M. Synge, who is famous for the works Riders to the Sea. Then we have Xenocracy. ആ റൈറ്റേഴ്സിനെയൊക്കെ ഫോക്കസ് ചെയ്യണം, കാരണം ഷോർട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് തന്നെയാണ്. ഓക്കെ, ദെൻ വി ഹാവ് കിച്ചൺ സിങ്ക് ഡ്രാമ, അർണോൾഡ് വെസ്കർ, Angry Young Men movement, John Osborne, who wrote the work They Look Back in Anger, and he is also famous for the concepts called kitchen sink drama as well as Angry Young Men movement. Then Theatre of the Absurd, okay, Samuel Beckett, who is famous for the work Waiting for Godot, Vladimir and Estrogen. Then we have Harold Pinter, Birthday Party is an important work written by Harold Pinter. Then we have Tom Stoppard, then Epic Theatre, Edward Bond. He is famous for the one adaptation of the work. See, we know that King Lear is written by William Shakespeare, but Edward Bond wrote a work and it is with the title Lear, which deals with the concept theatre of cruelty. Okay, അപ്പോൾ അതുമൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളൊരു വീണ്ടും ഒരു ബ്രേക്ക് എടുത്തു. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്കൊരു എന്താണ് റിമൈൻഡർ എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ ഒരു കാര്യം പറയുന്നത്. എന്താണ്, ഇഫ് യു വിഷ് ടു ക്ലിയർ ദ സെറ്റ്, ഇഫ് യു വിഷ് ടു ക്വാളിഫൈ ദ സെറ്റ് എക്സാം, യു ഹാവ് ടു ജോയിൻ വിത്ത് അസ്. ഓക്കെ, അതൊരു എന്താണ് ഇൻസ്ട്രക്ഷനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ വിത്ത് അസ്. കാരണം അത്രയും നല്ല ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ള ഒരു മെൻറ്റർഷിപ്പിൻ്റെ ഒരു ഗൈഡൻസ് നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാം.
അതുപോലെ തന്നെ ഡെയിലി പോർഷൻസ് അസൈൻ ചെയ്യും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും, വീക്ക്ലി എക്സാംസ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഈവൻ ഒരു ഗ്യാപ്പ് ഉള്ളവർക്കാണെങ്കിൽ പോലും യു ക്യാൻ ഈസിലി ക്രാക്ക് ദി സെറ്റ് എക്സാം. അത് നമ്മുടെ ഉറപ്പാണ്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി മൊഡ്യൂൾ 19ലേക്ക് വരുമ്പം വി ഹാവ് ഡോറിസ് ലെസ്സിംഗ്, ഐറിസ് മർഡോക്ക്, ജീനറ്റ് വിൻഡോസൺ ആൻഡ് ഇമിഗ്രന്റ് റൈറ്റിംഗ് കസുവോ ഇഷിഗരോ who is famous for the work The Remains of the Day which won Booker Prize, and you have to identify the year in which he got Booker Prize. Then we have Hanifi Qureshi who is famous for the work The Buddha of Suburbia. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിറ്റ് 4ലേക്ക് വരുമ്പം അതർ വേൾഡ് ലിറ്ററേച്ചേഴ്സ് ആണ്. ദെൻ അവിടെ നമുക്ക് ഇമേഴ്സൺ, ടൊറോ, നതേനിയൽ ഹോത്രോൺ, അതുപോലെ തന്നെ വിറ്റ്മാൻ, ഡിക്കിൻസൺ, എമിലി ഡിക്കിൻസൺ, എഡ്ഗർ അലൻ പോ. അറിയാലോ ഈ റൈറ്റേഴ്സിനെയൊക്കെ, എമിലി ഡിക്കിൻസനെയൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതാണ്. എഡ്ഗർ അലൻ പോ, ഫോൾ ഓഫ് ദ ഹൗസ് ഓഫ് ഫെഷർ എന്നുള്ള ഗോത്തിക് നോവൽ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പോയമാണ് ദ റേവൻ. ഇതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യണം. ദെൻ വി ഹാവ് ദ റൈറ്റർ റോബർട്ട് ഫ്രോസ്റ്റ് ഹൂസ് പോയട്രി ബിഗിൻസ് ഇൻ ഡിലൈറ്റ് ആൻഡ് എൻഡ്സ് ഇൻ വിസ്ഡം. ഒരൊറ്റ ലൈൻ മതി അല്ലേ, മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. ഇഫ് യു റിമെമ്പർ ദാറ്റ് ലൈൻ യു ക്യാൻ ഐഡൻറ്റിഫൈ who is the author. So it is Robert Frost. Then we have Ezra Pound who is famous for Imagism, Wallace Stevens, Robert Lowell, Anne Sexton. ഇവരൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. മൊഡ്യൂൾ 4ലേക്ക് വരുമ്പം എന്താണ്, മാർക്ക് ട്വെയിൻ, ഹെർമൻ മെൽവിൽ, വില്യം ഫോക്നർ ഹു റോട്ട് ദ വർക്ക് സൗണ്ട് ആൻഡ് ഫ്യൂരി, അതുപോലെ ഹെമിംഗ്വേ ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ, ജോൺ സ്റ്റെയിൻബർഗ് ഹു ഗോട്ട് പുലിറ്റ്സർ പ്രൈസ്, Saul Bellom, Leslie Mormon Silko. Then we have Alice Walker, Ralph Ellison, The Invisible Man. He is famous for Invisible Man. Alice Walker is famous for The Color Purple. Toni Morrison, Bluer Sky. ഇവിടെ എല്ലാം ഞാൻ I am actually mentioning single work by these writers. But you know that if you are going to focus on this syllabus, definitely you have to go through the entire works written by these writers. Okay. So then we have American drama. American drama. There is a group trio: Eugene O'Neill, Tennessee Williams, Arthur Miller. These three form the trio of American drama. Glass Manager is there, Emperor Jones is there, and Arthur Miller, Death of a Salesman, Lorraine Hansberry who is famous for Raisin in the Sun, Sam Shepard, Amiri Baraka. അവരെയൊക്കെ സാം ഷെപ്പേർഡിനെ അമരി ബരാക്കയും നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കാരണം വളരെ റയർ ആയിട്ടാണ് ആ ഫിഗേഴ്സിനെയൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതും. ഇന്ത്യൻ റൈറ്റിംഗ്സിലേക്ക് വരുമ്പോൾ ശ്രീ അരബിന്ദോ, ടാഗോർ, ടൊറൂദത്ത്, മധുസൂദനൻ ദത്ത്, സരോജിനി നായിഡു. സരോജിനി നായിഡു എന്ന് പറയുമ്പോൾ there is a work Golden Threshold and that was published in the year 1905. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നിസിം എസക്കിയൽ, എ.കെ. രാമാനുജൻ, ജയന്ത മഹാപത്ര, കമലാ ദാസ്, ജീവ് പട്ടേൽ ഓൺ കില്ലിംഗ് എ ട്രീ, അരുൺ കൊലാക്ട്, ഇവരൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്യണം. അവരുടെയൊക്കെ സിംഗിൾ വർക്ക്സുകളായിരിക്കാം ഒരു പക്ഷേ, എന്നാലും നമ്മൾ വൈൽ വി ഡിസ്കസ് ദ റൈറ്റർ, ഡെഫിനറ്റ്ലി ഇൻ അവർ ലൈവ് ക്ലാസ്സസ് we will describe all the works written by these writers along with the year of publication, and also we will discuss the features of that particular work, and we will discuss the important characters, important quotes, and everything will be discussed in our live classes. Okay, then we have Raja Ravu, R.K. Narayan, Mulkraj Anand, the trio of Indian novelists. Okay, then Kushwant Singh, Train to Pakistan. Then we have Nayanthara Sehgal, Anita Desai, Kiran Desai, who won Booker Prize. Shashi Deshpande, who is famous for the feminist novels like The Binding Wine. Binding Wine is there. Salman Rushdie, Midnight's Children. Jumba Lahari, Arundhati Roy, The God of Small Things. ഇതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യണം. ഇനി ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി ഒരു കാര്യം വീണ്ടും പറയാണ്, നമ്മുടെ ആപ്പ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സിസി ലേണിംഗ് ആപ്പ് യു ക്യാൻ ഡൗൺലോഡ് ഇറ്റ് ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ആസ് വെൽ ആസ് ഫ്രം ദി ആപ്പ് സ്റ്റോർ. ഓക്കെ, താങ്ക് യു. ഇനി മൊഡ്യൂൾ 11ലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ഇംഗ്ലീഷ് ഡ്രാമ, ടി പി കൈലാസം,
Asif Karimboi, Bedal, Kannada dramatists are there, Girish Karnad, Hayavadana is there, Tughlaq is there, and so many works are there, right? And he is also a translator. Then Manjula Padmanabhan, who is famous for the work Harvest. അതുപോലെ ആഫ്രിക്കൻ ലിറ്ററേച്ചറിലേക്ക് വരുമ്പം സെങ്ക, ഒക്കിഗ്ബോ, അച്ചീബെ, സൊയിൻഗ. അച്ചീബെ ഒക്കെ പറയുമ്പോൾ അറിയാം, തിങ്സ് ഫോൾ അപ്പാർട്ട്, നോ ലോങ്ങർ ഇറ്റ് ഈസ് ആരോ ഓഫ് ഗോഡ്, ദ ട്രിലജി റിട്ടൺ ബൈ ചിനു അച്ചീബെ. അതുപോലെ വോൾ സൊയിൻഗ, ഗുഗി വാത്തിയോങ്കോ, ബെൻ ഒക്രി, ജോൺ പെപ്പർ ക്ലാർക്ക്, അതുൽ ഫ്യുഗാർഡ്. ബെൻ ഒക്രി ഈസ് ഫേമസ് ഫോർ ദി ഫാമിഷ് റോഡ്, എയിംസ് സെഷർ, ഫ്രാൻസ് ഫാനൻ, ദ റെച്ച്ഡ് ഓഫ് ദി എർത്ത്. തിയററ്റിക്കലും കൂടി ഇവിടെ മിക്സ്ഡ് ആവുകയാണ് അല്ലേ. വി എസ് നൈപ്പോൾ ഉണ്ട്, ഡെറക് വാൾക്കോട്ട്, എഡ്വേർഡ് ബ്രേത്ത്വെയ്റ്റ്. ഇവരെയൊക്കെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ എങ്കിലും ഈ ഒരു പാർട്ടിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ആ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതുമായിരിക്കും. ഇനി കനേഡിയൻ ലിറ്ററേച്ചറിലേക്ക് വരുമ്പം യെസ്, ഇ ജി പ്രാറ്റ് ഈസ് ദയർ, ദെൻ ടോംസൺ ഹൈവേ, മാർഗരറ്റ് ലോറൻസ്. ഓക്കെ, ദെൻ മനവോഗ സീരീസ് എന്ന് പറഞ്ഞിട്ടൊരു നോവൽ ഗ്രൂപ്പ് ഉണ്ട്. അതാരാണ് എന്ന് വേണമെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്തോ, കണ്ടുപിടിക്കാം. കാരണം ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ വൺ അമംഗ് ദീസ് ഫിഗേഴ്സ്. ഓക്കെ, ദെൻ വി ഹാവ് മൾട്ടികൾച്ചറലിസം, ക്ലെയർ ഹാരിസ്, രോഹിന്തൻ മിസ്ട്രി, ഹു ഈസ് ഫേമസ് ഫോർ ഫൈൻ ബാലൻസ്. ദെൻ വി ഹാവ് ജോയി കൊഗാവ, മൈക്കിൾ ഒണ്ടാഷെ, ദ ഇംഗ്ലീഷ് പേഷ്യൻ്റ്. അദ്ദേഹത്തിൻ്റെ വർക്ക് ഇംഗ്ലീഷ് പേഷ്യൻ്റ്. അത് മാത്രമല്ല, അതും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി ബുഷ് പോയട്രി എന്നുള്ള കോൺസെപ്റ്റ്, അത് ഫോക്കസ് ചെയ്യണം. ഓസ്ട്രേലിയൻ കോൺസെപ്റ്റ് ആണ്. പാട്രിക് വൈറ്റ്, ഓസ്ട്രേലിയയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്റർ. സാലി മോർഗൻ, ഹു റോട്ട് ദ വർക്ക് മൈ പ്ലേസ്, ഡേവിഡ് മലൂഫ്. പിന്നെന്താണ്, രോമേഷ് ഗുണസേഖര, അത് ശ്രീലങ്കൻ റൈറ്റർ ആണ്. പിന്നെ തസ്ലീമ നസ്രീൻ, ലജ്ജ എന്നുള്ള വർക്ക്, അതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യണം. യൂണിറ്റ് 5ലേക്ക് വരുമ്പം നമ്മൾ എന്താണ് ഇവിടെ, അതായത് ELT എന്നുള്ള കോൺസെപ്റ്റും ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ള കോൺസെപ്റ്റും മിക്സ് ആണ്. ഞാൻ പറഞ്ഞു ഒരു എന്താണ് അറൗണ്ട് 10 മാർക്സ് മാത്രമാണ് ഈ ഒരു പാർട്ടിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇതിപ്പം പ്രത്യേകം പ്രിപ്പയർ ചെയ്തില്ല പോലും നമ്മുടെ ബേസിക് നോളജ് ദാറ്റ് വി ഗെയിൻ ഫ്രം അവർ ഗ്രാജുവേഷൻ ടൈം ആൻഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ ടൈം ഈസ് ഇനഫ് ഫോർ ദിസ് പെർട്ടിക്കുലർ ടോപ്പിക്. അഥവാ നിങ്ങൾക്ക് അത്ര ഡിഫിക്കൽട്ട് ആണെങ്കിൽ നമ്മുടെ PYQ അല്ലെങ്കിൽ നമ്മുടെ ലൈവ് ക്ലാസ്സസ് ആർ ഇനഫ് ഫോർ ദാറ്റ്. ഓക്കെ, കാരണം അതിനു വേണ്ടി പ്രത്യേകം ടൈം സ്പെൻഡ് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ അവിടെ ഈ കോൺസെപ്റ്റ്സുകളെല്ലാം വവൽസ്, കോൺസണൻസ്, സിലബിൾസ്, സ്ട്രെസ് ആൻഡ് ദ സൂപ്രാ സെഗ്മെന്റൽ ഫീച്ചേഴ്സ് ലൈക്ക് അസിമിലേഷൻ, എലിഷൻ, വീക്ക് ഫോംസ്, ഇതെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യണം. ഇനിയും മൊഡ്യൂൾ 3 അത് തന്നെയാണ്. മോർഫോളജി, സെമാൻറ്റിക്സ്, സിൻടാക്സ്, ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ്, ഓൾഡ് ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ്, പിന്നെന്താണ് ഇംഗ്ലീഷ് അറ്റ് ദ റെനസൻസ്, ഇംഗ്ലീഷ് ഓവർസീസ്, ഇംഗ്ലീഷ് ഇൻ ദ പോസ്റ്റ് കൊളോണിയൽ വേൾഡ്, ഇതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യണം. അതുപോലെ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ആൻഡ് മെത്തേഡ്സ്, അപ്രോച്ചസ് ബിഹേവിയറിസം, കോഗ്നിറ്റിവിസം, കൺസ്ട്രക്റ്റിവിസം ആൻഡ് മെത്തേഡ്സ് ഏതൊക്കെയാണ്, ഡയറക്റ്റ് മെത്തേഡ്, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്, TPR, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ELT എന്നുള്ള കോൺസെപ്റ്റിൽ വരുമ്പം EFL, ESP, ഇംഗ്ലീഷ് ഫോർ സ്പെസിഫിക് പേർപ്പസ്, ഇതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യണം. ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ് ആൻഡ് ദ മദർ ടങ് ഇൻറ്റർഫറൻസസ്, മെത്തേഡ്സ് ആർ ഓൾറെഡി ഡിസ്കസ്ഡ്. ലേൺ ഓഫ് ഫാക്ടേഴ്സ്, അതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സുകളാണ്. ആൻഡ് ടെസ്റ്റ് ആൻഡ് ഇവാലുവേഷനിലേക്ക് വരുമ്പം വി ഹാവ് ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് ഇവാലുവേഷൻ ആൻഡ് ദ 2 ടെസ്റ്റ് ആർ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, ഇതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതാണ്. പിന്നെന്താണ് യൂണിറ്റ് 6ലേക്ക് വരുമ്പം that is one of the most important topics in this syllabus, and it is literary theory and literary criticism. Definitely we have to start from classical criticism to the current situation, current trends in our theory. Okay, we have to start from Aristotle's Poetics, Longinus on the Sublime, Apology for Poetry, Preface to Shakespeare by Dr. Johnson. Then we have Poetic Diction and Language, Fancy and Imagination. Who introduced the concepts fancy,
Of course, Coleridge. And the difference between primary and secondary imagination, it is also introduced by Coleridge. Then we have the willing suspension of disbelief, and we have the terms like negative capability. All these terms, we have to, first of all, we have to define these terms, then we have to identify who introduced these concepts to English തിയറി അല്ലേ, അതും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെഗറ്റീവ് കേപ്പബിലിറ്റി ജോൺ കീറ്റ്സിൻ്റെ ടേം ആണ്. അതുപോലെ മാത്യു അർണോൾഡ്, ഫങ്ഷൻ ഓഫ് ക്രിറ്റിസിസം, ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ് ബൈ ഏലിയറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്, ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടേം. ദെൻ വി ഹാവ് ക്ലെൻ ബ്രൂക്സ്, ദ ലാംഗ്വേജ് ഓഫ് പാരഡോക്സ്, ഐ.എ. റിച്ചാർഡ്സ്, ന്യൂ ക്രിറ്റിസിസം. കാരണം ഇവരെല്ലാം ന്യൂ ക്രിറ്റിസിസം മുതൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. 1930s സ്റ്റാർട്ട് ചെയ്ത മൂവ്മെൻ്റ് ആണ് ന്യൂ ക്രിറ്റിസിസം, ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി ഇൻട്രഡ്യൂസ്ഡ് ബൈ ജോൺ ക്രോ റാൻസം, ആൻഡ് ഹി introduced this term in his work with the same title, the New Criticism. And other writers like I.A. Richards, Cleant Brooks, everybody belongs to that group, New Criticism, and who promoted the closer reading of text, and they argued that everything is within the text. Okay, there is no need to go for extraneous references. Then liberal humanism, Russian formalism, അതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്സിസ്റ്റ് ക്രിറ്റിസിസത്തിലേക്ക് വരുമ്പം നമുക്ക് ക്യാപിറ്റൽ ബേസ്, സൂപ്പർ സ്ട്രക്ചർ, അതുപോലെ ഗ്രാംഷ്കി ഹു ഇൻട്രൊഡ്യൂസ് ദ ടേം സബാൾട്ടൺ. അതുപോലെ സബാൾട്ടൺ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സ്പിവക്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സ്പിവക്, ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഗ്രാംഷ്കി ഇൻ ഹിസ് വർക്ക് ദ പ്രിസൺ നോട്ട്ബുക്സ്. ഓക്കെ, then we have Saussure, okay, then structuralism, Levi-Strauss, semiotics, then we have psychoanalysis, Freud, ego, superego, sexuality, unconscious, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഈ Saussure പറഞ്ഞപ്പം ഞങ്ങളുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ റിമാർക്കായിരുന്നു, മിസ്സ് പഠിപ്പിച്ച Saussure ഞങ്ങൾ മരിച്ചാലും മറക്കില്ല എന്നുള്ളൊരു രീതിയിലുള്ള ഒരു കമൻ്റൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഒരു ക്ലാസ്സിൽ ഒരു പെർട്ടിക്കുലർ തിങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ അത്രയും ഡീപ്പർ ലെവലിലേക്കുള്ള ഒരു ഇൻഫർമേഷൻ ഇഫ് യു വിഷ് ടു ഗ്യാദർ ഫ്രം അസ്, യു ക്യാൻ ജോയിൻ വിത്ത് അസ്. ഓക്കെ, ദെൻ മോഡേണിസം, Habermas, modernity, postmodernism, Frederick Jameson. We have Roland Barthes, who is famous for the essay Death of the Author. Then Jacques Derrida, who is famous for the concept deconstruction. Okay, then we have structure, sign, play. ഈ ടേംസുകളെല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. ആബ്സെൻസ്, പ്രസൻസ്, അതുപോലെ ലോഗോസെൻട്രിസം, ഇതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യണം. പിന്നെ ഫെമിനിസത്തിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് വേവ് ഫെമിനിസം, സെക്കൻഡ് വേവ് ഫെമിനിസം, തേർഡ് വേവ് ഫെമിനിസം, ആൻഡ് എലൈൻ ഷോവോൾട്ടർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഹു ഇൻട്രൊഡ്യൂസ് 3 phases, feminine, feminist and female phases. And then we have Simone de Beauvoir, then Elaine Showalter, Betty Friedan, പിന്നെ ഏതാണ് ജൂഡിത്ത് ബട്ട്ലർ, ഹു ഈസ് ഫേമസ് ഫോർ ദ കോൺസെപ്റ്റ്സ് ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി. ഓക്കെ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Gender Trouble is the very famous work written by Judith Butler. Okay, then we have the very important topic, post-colonialism. We have to start from Said Bill Ashcroft, who wrote the work Empire Writes Back, but he is only a single author, but there are 2 other authors. You have to identify them. Then we have Homi K. Bhabha, Hybridity, Mimicry. Okay, then we have Jonathan Dolimer, who wrote the work Political Shakespeare. Then we have Foucault, who is famous for the concept called power. Then Ambedkar, Dalit aesthetics-ലേക്ക്, Dalit writing-ലേക്ക് വരുമ്പം അംബേദ്കർ, ശരൺ കുമാർ ലിംബാലെ, Dalit writing നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതാണ്. ഓം പ്രകാശ് വാൽമീകി ഈസ് ദയർ, അവരൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യണം. ഇനി തിയറീസ് ഓഫ് ട്രാൻസ്ലേഷനിൽ നിന്ന് അത്ര അധികം എന്നല്ല, ക്വസ്റ്റ്യൻസ് വളരെ റെയർ ആണ്. ഒരു 1 or 2 ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്താൽ മതി. ഓക്കെ, ദെൻ വി ഹാവ് കൾച്ചറൽ സ്റ്റഡീസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിറ്റററി തിയറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ആക്ച്വലി ദിസ് prescription provides you the basic idea of cultural studies, but when you get into the NET exam, you will get a detailed idea of you can explore the idea more. Then we have culture, ideology, hegemony, Frankfurt School, Birmingham School. ആ സ്കൂളിൽ വരുന്ന റൈറ്റേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യണം, അതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്.
Culture is ordinary. That is an important essay written by Raymond Williams. പിന്നെ പോപ്പുലർ കൾച്ചറൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. ഗ്രീൻ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ റേച്ചൽ കാസൺ, വന്ദന ശിവ, ഇക്കോ ക്രിറ്റിസിസം, ഇക്കോ ഫെമിനിസം, ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളാണ്. അതിലേക്ക് ഇമ്പോർട്ടൻറ്റ് റൈറ്റേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിലേക്ക് ഇമ്പോർട്ടൻറ്റ് വർക്ക്സുകൾ, ഇയർ ഓഫ് പബ്ലിക്കേഷൻ. ഫോർ എക്സാമ്പിൾ സൈലന്റ് സ്പ്രിംഗ്. ഹു ഇസ് ദ ഓതർ ഓഫ് സൈലന്റ് സ്പ്രിംഗ്? ആൻഡ് ഹു ഈസ് ദ ആക്റ്റീവ് മെമ്പർ ഓഫ് നർമ്മദ ബച്ചാവോ ആന്തോളൻ? അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുക. പിന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് ഇന്ത്യൻ ഈസ്തറ്റിക്സ്. അതിൽ രസ, ധ്വനി, ഇതൊക്കെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ടോപ്പിക്കുകളാണ്. അലങ്കാര, അനുമാന, രതി. രതി എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും പോയറ്റിക് സ്റ്റൈൽ എന്ന് നമ്മൾ അല്ലേ, സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. രതി ഈസ് ദ സോൾ ഓഫ് പോയട്രി. അങ്ങനെ നമ്മൾ അതുപോലെ സ്പോട്ട, ഔചിത്യ, ഇതെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു 1 hourൽ നമ്മൾ എന്താണ് 6 യൂണിറ്റ്സ് കവർ ചെയ്തു. ആ 6 യൂണിറ്റ്സിലും റിമെമ്പർ ദർ ആർ 20 modules. അപ്പോൾ 20 modules വൺസ് അഗൈൻ ഐ ആം ടെല്ലിങ് യു ഹാവ് ടു ഗിവ് എംഫസിസ് ടു first 3 modules along with the last module, unit 6, which deals with the topics called literary theory and criticism. അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ബാക്കി 2 യൂണിറ്റ്സിന് എന്താ അത്രയധികം എംഫസിസ് കൊടുക്കണ്ട, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൺവേ ചെയ്യാനുള്ളത്. ഇനി എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ ഒരു ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ലോങ്ങസ്റ്റ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ഒന്നും കൂടി ഞാൻ പറയാണ്, നമ്മുടെ ക്യാപ്ഷൻ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കാം. ഞാൻ അതിപ്പം റെസ്പോണ്ട് ചെയ്യുന്നതാണ്. സെറ്റ് നിങ്ങൾ നേടും, ഉറപ്പ് ഞങ്ങൾ തരാം, അതാണ് ഞങ്ങളുടെ ക്യാപ്ഷൻ അല്ലേ. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ക്ലാസ്സിലൂടെ തന്നെ നിങ്ങൾക്ക് കുറേ അധികം ഇൻഫർമേഷൻ അല്ലെങ്കിൽ കുറേ അധികം കാര്യങ്ങൾ റീകോൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കുറേ കാര്യങ്ങൾ, കുറേ ഓതേഴ്സ്, കുറേ വർക്ക്സുകൾ ആൻഡ് ഇതെല്ലാം അതിൻ്റെ എല്ലാം ഇയർ ഇതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഒരു 1 hour ലൈവ് സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലായിരിക്കാം ഇനിയുള്ള ലൈവ് സെഷൻസും. അവിടെ നമ്മൾ കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. നല്ലൊരു ഗൈഡ്ഷിപ്പ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. ഒരു മെൻറ്റർഷിപ്പ്, അവരുടെ ഒരു ഗൈഡൻസോട് കൂടി ഡെയിലി പോർഷൻസ് കവർ ചെയ്ത് ഡൗട്ട്സുകൾ ക്ലാരിഫൈ ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാം. ഓക്കെ, അപ്പം ന്യൂ ബാച്ച് ലോങ് ബാച്ചാണ്, അതിലേക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഞാൻ എപ്പോഴും പറയും, നമുക്കൊരു കാര്യം എന്താണ്, നമുക്കിപ്പം ആ ഒരു തോട്ടുണ്ട്, ഓക്കെ നമുക്ക് സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യണം. ഫോർ ദാറ്റ് we have to be എന്താ പറയുക കൺസിസ്റ്റൻറ്റ് അല്ലേ നമ്മൾക്ക് ഒരു കോൺസ്റ്റൻറ്റ് പ്രിപ്പറേഷൻ വേണം. ആൻഡ് വാട്ട് ഐ ഹാവ് ടു ടെൽ യു ഇസ് യു ഹാവ് ടു സ്റ്റേ ഫോക്കസ്ഡ്. ഓക്കെ, സോ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? There are 2 minutes for us. If you have any doubts, you can ask for clarification. Hi. Okay, അപ്പം ഡൗട്ട്സ് ഒന്നും ഇല്ലേ? ക്ലാസ് ഇഷ്ടമായ എല്ലാവർക്കും? ഓക്കെ, അപ്പം ഇഷ്ടമായെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണുന്നതിനായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് എന്താണ് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പ്, അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൽ കൂടുതൽ ഇൻഫർമേഷൻ, കൂടുതൽ കാര്യങ്ങളുടെ അപ്ഡേഷനെ പറ്റി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നതിനായിട്ട് ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പിന്നെ വൺസ് അഗെയിൻ ഐ ആം ടെല്ലിങ് യു ക്യാൻ ഡൗൺലോഡ് CC ലേണിംഗ് ആപ്പ് ഫ്രം യുവർ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ. ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു ടു ക്രാക്ക് ദി കോമ്പറ്റേറ്റീവ് എക്സാംസ്. Okay, thank you all.